കൊടി വെച്ച് സ്വീകരിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഈ പറഞ്ഞ മറ്റേതൊന്നും കണ്ടിട്ടില്ല. ചെയ്ത തെറ്റ് തന്നെയാണ്. ആശുപത്രിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കാരും കൊടി വയ്ക്കാൻ പാടില്ല, അത് നിയമം തന്നെ. അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ലംഘിച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ, കാരണം ഇത് കഴിഞ്ഞാൽ ഇനി ആരും കുന്തവും കോലുമായിട്ട് എൻ്റെ മുമ്പിൽ വരണ്ട. ഇനിയിപ്പോൾ അങ്ങനെയില്ല, വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബ്രീഫ് ചെയ്ത് തരും, അല്ലാതെ എല്ലാ ദിവസവും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, മഴ പെയ്തപ്പോൾ അവരകത്തേക്ക് കയറി വന്നു. ഞാൻ ഇറങ്ങുമ്പോഴായിരുന്നു സംഭവം. ഞാൻ കയറുമ്പോൾ ആരും സ്വീകരിച്ചിട്ടൊന്നുമില്ല, കൊടിയും വെച്ചിട്ടൊന്നും. കയറി കഴിഞ്ഞ് ചർച്ചയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അവർ പുറത്തുനിന്ന് സ്വീകരിക്കാൻ വേണ്ടി നിന്നാണ്. മഴ പെയ്തപ്പോൾ അവർ അകത്തേക്ക് കയറി. ഞാൻ സൂപ്പറിനോട് പറഞ്ഞു, ആരാണെങ്കിലും അകത്ത് കയറ്റരുത്, ഇനി മേലിൽ ആവർത്തിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കണ്ട. പക്ഷേ പോസിറ്റീവായിട്ടുള്ള വാർത്തകളും കൂടെ കൊടുക്കണം, അല്ലാതെ വെറും നെഗറ്റീവായിട്ടുള്ള ദോഷൈക ദൃക്കുകളായിട്ട് ആരും മാറരുത്. ഞാൻ അത്രേ പറയുന്നു. ഇന്ന് 2 പ്രധാന ചടങ്ങുകൾക്കാണ് ഇവിടെ ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഒന്ന്, KSRTCയിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടിക്കറ്റിംഗ് സംവിധാനം. അതോടൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കും യൂണിറ്റുകൾക്കും ഉള്ള, ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി ചാർജ് എടുത്തതിന് ശേഷം എല്ലാ മാസവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാർക്കും യൂണിറ്റുകൾക്കും സമ്മാനം നൽകുന്ന ഒരു പദ്ധതി ആരംഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം KSRTC എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ ഔദ്യോഗിക സംവിധാനമായിട്ടുള്ള KSRTCയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുമായി നല്ല അടുത്ത സൗഹൃദം, അടുത്ത ബന്ധം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബസ്സുകൾ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നുള്ളത്. മറ്റ് ചില സംസ്ഥാനങ്ങളും ആ സംവിധാനങ്ങളുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മൊത്തം APL BPL കാർഡ് വ്യത്യാസമില്ലാതെ സൗജന്യ യാത്ര നടത്തുന്ന കേരളത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തെലുങ്കാനയിലാണെങ്കിൽ ഔട്ട്സൈഡ് തെലുങ്കാനക്കാർക്ക് ആ പ്രയോജനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ BPL കാർഡുകാർക്ക് എന്നാണ് കർണാടകത്തിലെ നിയന്ത്രണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ ആദ്യഘട്ടമായി ആനുകൂല്യം പ്രഖ്യാപിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജൂൺ 15 ഡേറ്റ് ഇട്ടുകൊണ്ട് ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ജൂൺ 15 തീരുമാനം നടപ്പാക്കുകയും ചെയ്തു. ക്യാബിനറ്റ് ചേർന്ന് മെയ് 18 സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ക്യാബിനറ്റിലാണ് തീരുമാനമെടുത്ത് അത് ജൂൺ 15 നടപ്പാക്കുകയും ചെയ്തു. 2 പ്രധാന വാഗ്ദാനങ്ങളാണ് ഒരു മാസം കൊണ്ട് നടപ്പാക്കിയത്. ഒന്ന്, KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതോടൊപ്പം തന്നെ വയോജന വകുപ്പും രൂപീകരിച്ചു. ഈ 2 വാഗ്ദാനം. മൂന്നാമത്തത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇൻഷുറൻസ് സ്കീമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. അതിനെക്കുറിച്ച് ചില മുൻവിധികൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. ഇത് പ്രൈവറ്റിന് മാത്രമാണെന്നൊക്കെയുള്ള മുൻവിധികൾ ശരിയല്ല. അത് കൂടുതൽ വിശദമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് അത് നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ നിയോജകമണ്ഡലത്തിൽ 2 ഡിപ്പോകളിൽ, പേരൂർക്കട ഡിപ്പോയിൽ നിന്നും വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്നും 2 പ്രിയദർശിനി ബസ് സർവീസുകൾ ആരംഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ മുൻകൈ എടുത്തുകൊണ്ട് അത് അനുവദിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിലൊക്കെ KSRTC വളരെ നഷ്ടത്തിലാണ് പോയിരുന്നത്. ജീവനക്കാർക്ക് പോലും മാസം ശമ്പളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനൊക്കെ അന്ന് തമാശ രൂപത്തിൽ പറയാറുണ്ട്. കാരണം സ്റ്റാഫിനൊന്നും ശമ്പളം കിട്ടുന്നില്ല. KSRTC ബസ് കാണുമ്പോൾ അവന് സൂക്ഷിച്ച് പോകണം എന്നൊക്കെ ഞാൻ മുമ്പ് പറയാറുണ്ട്. പലപ്പോഴും പലരും KSRTCയുടെ ഭാവിയെക്കുറിച്ച്, പക്ഷേ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട്
ഒരു അപ്പോൾ ഇതിനെ മോഡേണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പഴയതുപോലെയല്ല, നമുക്കറിയാം എല്ലാത്തിലും മോഡേണൈസേഷൻ വരുന്നൊരു കാലഘട്ടമാണ്. ആ ഹൈടെക് സംവിധാനം അതുപോലെ തന്നെ AI സമ്പ്രദായത്തിൻ്റെ വികസനത്തിൻ്റെ ചുവടുകളാണ്. ഏതായാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ KSRTCക്ക് കഴിയട്ടെ. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്നും പലപ്പോഴും പ്രാധാന്യം കിട്ടാറില്ല. ഒരുപക്ഷെ അനാവശ്യമായ വിവാദങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പുനലൂർ പോയപ്പോൾ അവിടെ വളരെ നല്ല രീതിയിൽ അവിടെ ഒരുപാട് പ്രോജക്റ്റ്, അത് പറയുമ്പോൾ മലയോര പ്രദേശമാണ് പുനലൂർ എന്ന് പറയുമ്പോൾ, ആ പുനലൂർ ആശുപത്രിയിൽ അവിടെ ആശുപത്രി വികസന സമിതി എല്ലാവരുമായി ആലോചിച്ച് പ്രധാനപ്പെട്ട പല ഡെവലപ്മെൻറ്റുകളും നടത്താനെന്ന് തീരുമാനിച്ചു. അതിൽ പ്രധാനമായിട്ടും 24 hours സർജറി ഉൾപ്പെടെ നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി. അതുപോലെ തന്നെയാണ് ഈ 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി അവിടെ ആരംഭിച്ചു. അത് ഒരു താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത്. ആ സിസ്റ്റം അവിടെ കൊണ്ടുവന്നു. മലയോര പ്രദേശം MRI സ്കാനിങ് ഇല്ല, MRI സ്കാനിങ് നടത്താൻ അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ മറ്റ് ഫോറൻസിക് സർജനെ വെച്ചു. സാധാരണ കേരളത്തിൽ ഞങ്ങൾക്ക് ആകെ 20 ഫോറൻസിക് സർജന്മാരേ ഉള്ളൂ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ. അപ്പോൾ ഒരാളെ അവിടെ വയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ ഒരു സംഘടന കൊടി വെച്ച് സ്വീകരിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഈ പറഞ്ഞ മറ്റൊന്നും കണ്ടിട്ടില്ല. ചെയ്ത തെറ്റ് തന്നെയാണ്. ആശുപത്രിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കാരും കൊടി വയ്ക്കാൻ പാടില്ല, അത് നിയമം തന്നെ. അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ലംഘിച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ, കാരണം ഇത് കഴിഞ്ഞാൽ ഇനി ആരും കുന്തും കോലുമായിട്ട് എൻ്റെ മുമ്പിൽ വരണ്ട. ഇനിയിപ്പോൾ അങ്ങനെയില്ല, വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബ്രീഫ് ചെയ്ത് തരും, അല്ലാതെ എല്ലാ ദിവസവും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, മഴ പെയ്തപ്പോൾ അവരകത്തേക്ക് കയറി വന്നു. ഞാൻ ഇറങ്ങുമ്പോഴായിരുന്നു സംഭവം. ഞാൻ കയറുമ്പോൾ ആരും സ്വീകരിച്ചിട്ടൊന്നുമില്ല, കൊടിയും വെച്ചിട്ടൊന്നും. കയറി കഴിഞ്ഞ് ചർച്ചയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അവർ പുറത്തുനിന്ന് സ്വീകരിക്കാൻ വേണ്ടി നിന്നാണ്. മഴ പെയ്തപ്പോൾ അവർ അകത്തേക്ക് കയറി. ഞാൻ സൂപ്പറിനോട് പറഞ്ഞു, ആരാണെങ്കിലും അകത്ത് കയറ്റരുത്, ഇനി മേലിൽ ആവർത്തിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കണ്ട. പക്ഷേ പോസിറ്റീവായിട്ടുള്ള വാർത്തകളും കൂടെ കൊടുക്കണം, അല്ലാതെ വെറും നെഗറ്റീവായിട്ടുള്ള ദോഷൈക ദൃക്കുകളായിട്ട് ആരും മാറരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് KSRTCയിലും നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലായിടത്തും മെഡിസിൻ എത്തിക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ മെഡിസിൻ 9 ലക്ഷം സ്റ്റോക്കുള്ളപ്പോഴാണ് മെഡിസിൻ കിട്ടുന്നില്ല എന്ന് എഴുതി വെച്ചു. വെറുതെ എങ്ങനെ അടിച്ചു വിടുക. അപ്പോൾ ഈ ആക്രമിക്കുന്ന രീതിയൊക്കെ ഒന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, അതും ആക്രമിക്കുന്നതായിട്ട് വ്യത്യാസം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഏതായാലും മുന്നോട്ട് പോകട്ടെ. KSRTCയുടെ സംവിധാനം, വാട്സപ്പ് ടിക്കറ്റിംഗ് സംവിധാനം തീർച്ചയായിട്ടും ഇത് ഹൈടെക്കിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇനിയും ചുവടുവെപ്പുകൾ നടത്താൻ വകുപ്പിനും മന്ത്രിക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി